സന്തോഷം. ഇന്ന് ഇവിടെ എന്താണ് പരിപാടി? നമ്മുടെ ഓണമല്ലേ, നമ്മൾ എപ്പോഴും തൊഴിലും ഇതുമായിട്ട് നടന്നാൽ മാത്രം പോരാ. നമ്മളുടെ സഹപ്രവർത്തകർ, അതായത് നമ്മുടെ കൂടപ്പുറപ്പ് പോലുള്ള നമ്മുടെ തൊഴിലാളികളാണ്. തൊഴിലാളിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവരെ നല്ലൊരു കൂടപ്പുറപ്പ് പോലെ വർഷങ്ങളായി 12 വർഷമായിട്ട് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന തൊഴിലാളികളാണ്. അവരുമായിട്ടൊരു ആഘോഷം, ഓണപരിപാടി, ഒരു ഓണപരിപാടി, ഒരു ആഘോഷം. വേറെ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ടോ അങ്ങനെ ഗിഫ്റ്റായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഡ്രസ്സാണോ അതോ എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ്? ഡ്രസ്സ് അതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ ആഘോഷങ്ങൾക്കും എന്തെങ്കിലും ആയിട്ടൊക്കെ, ക്രിസ്മസിന് കേക്ക്, ഇപ്പൊ ഞങ്ങള് എല്ലാവർക്കും പെണ്ണുങ്ങൾക്കെല്ലാം സാരി മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫുമാർക്കെല്ലാം വസ്ത്രങ്ങളൊക്കെ, ഈ ഉടുപ്പും മുണ്ടും അതെല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങളെല്ലാം എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാ ഓണത്തിനും നിങ്ങൾ എല്ലാ ഓണത്തിനും. എത്ര സ്റ്റാഫ് ഉണ്ട് നമുക്ക് ഇവിടെ? നമുക്ക് പറയാനായിട്ടാണെങ്കിൽ ഒരു 31 സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫ് എന്നല്ല, നമ്മളൊരു കൂടപ്പുറപ്പ് പോലെ തന്നെ കാണുന്നു. അവർക്ക് എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് ഉണ്ട്. അതായത് എത്ര സാരി മേടിച്ചിട്ടുണ്ടാവും ഏകദേശം? സാരി മേടിച്ച് 25 സാരി മേടിച്ചിട്ടുണ്ട്. 25 സാരി. പിന്നെ ആണുങ്ങളായിട്ട് നിൽക്കുന്നവർക്ക് ഷർട്ട് മേടിച്ചിട്ടുണ്ട്. 6 ഷർട്ടും കൊണ്ടും 6 മേടിച്ചിട്ടുണ്ട്. ഇതിൽ ചില ആൾക്കാരൊക്കെ ഇപ്പൊ വരുന്നില്ല, പല പല കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കർക്കിടക മാസം വന്നപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറെ പേര് വരുന്നില്ല. ഒരു 5-6 പേര് വരാതെ ഉണ്ട്. പിന്നെ ഒരു 5-6 പേര് വേറെ ലീവും ഉണ്ട്. അങ്ങനെ ഒരു 10-12 പേര് ലീവാണ്. എന്നാലും ഒരു 10-20 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ ഓണം അടിച്ചു എല്ലാവരുമായിട്ട്, എല്ലാ നിങ്ങളുടെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് നല്ല എല്ലാവർക്കും സാരിയും ഷർട്ടൊക്കെ ആയിട്ട് നമ്മള് ചെറിയ രീതിക്കുള്ള കാര്യങ്ങളാണ്. ഓണാഘോഷം എന്നാ അതൊരു വലിയ കാര്യത്തിലേക്ക് നമ്മൾ പോകും. ചെറിയ രീതിയിൽ സന്തോഷം വലിയ രീതിയിൽ നടത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരാളല്ലേ, അറിയാലോ. നിങ്ങളെപ്പോലുള്ള വലിയ മുതലാളി എന്നല്ല, നമ്മളൊരു ചെറിയൊരു സംരംഭം തുടങ്ങി. അതുമായിട്ട് നമ്മുടെ ഫിഷിംഗ് സ്റ്റാൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം കച്ചവടമൊക്കെ നമ്മള് പലയിടത്തും പറഞ്ഞോണ്ട് ഞാൻ ഇവിടുന്ന് തന്നെയാണ് മീൻ മേടിക്കുന്നത്. മറ്റുള്ള സ്ഥലത്തേക്കാളും എപ്പോഴും അത്യാവശ്യം റേറ്റ് മാത്രമല്ല, ഫ്രഷ് മീനും നമുക്ക് കിട്ടുന്ന അനുസരിച്ചുള്ള ന്യായമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ കിട്ടുന്നത് താത്തിയ അല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു മാന്യമായ രീതിയിലുള്ള വിലയിട്ട് വിൽക്കുക, അല്ലാണ്ട് തീരെ വില കുറച്ച് വിൽക്കുക അല്ലെങ്കിൽ വില കൂട്ടി വിൽക്കുക, അങ്ങനെയുള്ള ഒരു ഇതല്ല. ഒരു മാന്യമായ രീതിയിലുള്ള ഒരു രീതി പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ 2026 ഓണം കളറാക്കുകയാണ്, അതായത് അമ്മമാരും ചേച്ചിമാരൊക്കെ കളറാക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് തിരുവോണം പരിപാടികൾ എല്ലാവരും വന്ന് സഹകരിക്കും. അവരുടെ ഇതാണിത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ താങ്കളുടെ അച്ഛനും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്? അച്ഛനും അമ്മയും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. ഞാൻ കണ്ടു അച്ഛനൊക്കെ കസേര കളിക്കൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, അച്ഛനാണ് എന്ത് കാര്യത്തിനും അച്ഛൻ ആക്റ്റീവ്. നമ്മള് വരുമ്പോൾ സ്റ്റാളിലാണെങ്കിലും എല്ലാം അച്ഛനാണ് എന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള. അപ്പൊ നമുക്ക് നമ്മളെ ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഇതിലേക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. നമ്മുടെ ഓം ശാന്തി എന്ന ഫിസ്റ്റാളിലെ നമ്മുടെ സന്തോഷാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ ഇന്ന് അവരുടെ വീട്ടിലൊരു ഓണാഘോഷ പരിപാടി, അവരുടെ സ്റ്റാഫുകളെല്ലാം കൂടെ ഓണാഘോഷം കൊണ്ടാടുകയാണ്. ഓം ശാന്തി ഫിഷിലെ നമ്മുടെ മുതലാളി, അതായത് എന്റെ സുഹൃത്തും കൂടെയാണ്, സന്തോഷാണ്. അപ്പൊ അവർക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സാരിയും ഷർട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ആ സാരിയെ കൊടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് നമുക്ക് പോവാം. ഇത്തവണത്തെ ഓണാഘോഷം അടിപൊളിയാക്കിയല്ലേ? എല്ലാ വർഷവും നടത്തിവരാനുള്ള പരിപാടിയാണ് ഇത്തവണയും എല്ലാവരുമായിട്ട് ഒരുമിച്ച് പങ്കുചേരാനും ഓണാഘോഷത്തിന്റെ
ഒരുക്കങ്ങൾ ആരംഭിക്കാനുമുള്ള പരിപാടിയിലാണ് ഞങ്ങളുടെ സ്റ്റാഫുകൾ എല്ലാവരും. അപ്പൊ നിങ്ങളെ കസേരകളെയൊക്കെ കണ്ട് നിങ്ങളായിരുന്നു ഒന്നാം സമ്മാനം മേടിച്ച ആളെന്ന് മനസ്സിലായി. അതെ. അപ്പൊ എല്ലാ വർഷവും നിങ്ങൾ ഇത് കളറാക്കാറുണ്ട്? അതെ അതെ അതെ. അപ്പൊ ഇത്തവണ നിങ്ങൾ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു ഷർട്ട് ഉണ്ട്, പിന്നെ സ്ത്രീകൾക്ക് സാരിയും അതെ പറഞ്ഞു ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. തുടങ്ങി അതുപോലെ തന്നെ ഉണ്ട് വിപുലമായിട്ട്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? നല്ല അടിപൊളിയായിട്ട് കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചുള്ള സാധനങ്ങൾ കൊടുക്കും. ഹാപ്പി ഓണം.